എല്ലാവർക്കും എൻ്റെ പ്രണാമം. പ്രപഞ്ചത്തിൻ്റെ പരമ കാരണമായ സത്യം അഖണ്ഡ ബോധമാണ്. അതുതന്നെയാണ് ബ്രഹ്മം. ഈ ബ്രഹ്മത്തിൽ രണ്ട് ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും. വാസ്തവത്തിൽ ബ്രഹ്മത്തിൽ അങ്ങനെ ശക്തിയൊന്നും പ്രവർത്തിക്കുന്നില്ല. മായയും ഒന്നുമില്ല. എന്തുകൊണ്ട്? ആകെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മം മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്ത് മായ? പക്ഷെ പലതുണ്ടെന്ന് തോന്നുന്നു. അധികം പേർക്കും പലതുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ചോദ്യമാണ്, ഇതെങ്ങനെ ഒന്നേ ഉള്ളൂ എന്നെത്ര ഉറപ്പിച്ചു പറഞ്ഞാലും പെട്ടെന്നങ്ങോട്ട് ബോധ്യം വരില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പലത് കാണുന്നു, വാസ്തവത്തിൽ പലതില്ല. പലത് കാണുന്നു. എന്താ കാര്യം എന്ന് വീണ്ടും വീണ്ടും സത്യമറിയാത്തവർ ചോദിക്കുന്നു. അതിനുത്തരമാണ് ബ്രഹ്മത്തിന് രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ബ്രഹ്മത്തെ പലതാക്കി കാട്ടുന്ന ശക്തി. ബ്രഹ്മത്തെ അറിയുന്നതുവരെ ആ ശക്തിയെ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമില്ല. സിദ്ധാന്തോ അധ്യാത്മശാസ്ത്രാണാം സർവവന്നവയേവഹി ന അവിദ്യാസ്തി നോ മായ സർവം ബ്രഹ്മേദമാതത്വം. വേദാന്തത്തിന്റെ അന്തിമ സിദ്ധാന്തം എല്ലാം ബ്രഹ്മമൊഴിച്ചുള്ള മറ്റെല്ലാം തള്ളിക്കളയുക. കാരണം അതൊന്നുമില്ല. അന്തിമമായ തീരുമാനത്തിൽ അതൊന്നുമില്ല. എന്നാ അവിദ്യാസ്തി, അവിദ്യയില്ല. നോ മായ, മായയില്ല. എന്തുകൊണ്ട? സർവം ബ്രഹ്മേദമാതത്വം. ഈ കാണുന്ന എല്ലാം ബ്രഹ്മം തന്നെയാണ്. പിന്നെ എന്ത് മായ? അത് ഉറപ്പ് വന്നാൽ ഇവിടെ മായയുമില്ല, അവിദ്യയുമില്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് ബ്രഹ്മം മാത്രം. പക്ഷേ പലത് കാണുന്ന ആളുകളെ ആ ബ്രഹ്മത്തിലേക്ക് നയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ബ്രഹ്മത്തിന് രണ്ട് ശക്തി. അതാണ് ഗുരുദേവൻ ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിവിന് ശക്തി അനന്തമുണ്ട്. അതെല്ലാം അറുതിയിടാം സമ അന്യയെന്നിവണ്ണം. അറിവ്, ബ്രഹ്മം, ബോധം, അതിന് അനന്ത ശക്തിയുണ്ട്. പക്ഷെ നമുക്കതിനൊക്കെ രണ്ടായി വിഭജിക്കാം. സമ, അന്യ. ഈ സമ തന്നെയാണ് വിദ്യ, അന്യ അവിദ്യ. സമയ ആത്മോപദേശ ശതകത്തിൽ തന്നെ പരാപ്രകൃതി എന്ന് നേരത്തെ വിവരിച്ചു. അന്യയെ അപരാപ്രകൃതി. സമയെ കഠോപനിഷത്ത് ശ്രേയസ് എന്ന് വിവരിക്കുന്നു. അന്യയെ പ്രേയസ് എന്ന് വിവരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ശക്തി, എന്താ ഈ രണ്ട് ശക്തികളുടെയും സ്വഭാവം? ഒന്ന്, എവിടെയും ബ്രഹ്മത്തെ ബ്രഹ്മമായി തന്നെ കാട്ടിത്തരിക. ഒരു സാധകന് പൂർണ്ണ അനുഭവം വന്നില്ല. അയാൾക്ക് ശാസ്ത്രചിന്ത ചെയ്ത് ബുദ്ധിയിൽ സത്യമുറപ്പിച്ചുകൊണ്ട് ഓരോന്ന് കാണുമ്പോഴും ബ്രഹ്മം 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 എന്നുറപ്പിക്കാം. അങ്ങനെ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ശക്തിയാണ്
സമ. അല്ലെങ്കിൽ ഓരോന്ന് കാണുമ്പോഴും ആ നാമരൂപങ്ങളെ വസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ച് വേറെ വേറെ വസ്തുക്കളായി കരുതാം. അങ്ങനെ കരുതാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് അന്യ. ഇനി നമ്മളിതൊക്കെ വിവരിച്ചു. 39 പദ്യം മുതലാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവ്, ഇവയിൽ സമതൻ വിശേഷം ഏകം. വിരധിവര വിഷമാവിശേഷം ഒന്ന്, വിരധിവര വിഷമാവിശേഷം ഒന്നിത്തരം. ഇവ രണ്ടു തരത്തിലായിടുന്നു. അരുളിയ ശക്തികളെ തുടർന്ന് നിരവധി ശക്തികളുണ്ട്. അതായത് ഓരോ ദൃശ്യത്തിലും കാണുന്ന ശക്തികളൊക്കെ ബ്രഹ്മത്തിന്റെ ശക്തി തന്നെ. അതുകൊണ്ട് ശക്തി അനന്തമാണ്. പക്ഷെ അവയെ നമുക്ക് രണ്ടായി പിരിക്കാം, സമയെന്നും അന്യെന്നും. അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവ് രണ്ടായി നമുക്ക് ഒതുക്കാം. നേരത്തെ പറഞ്ഞ ശക്തികൾ ഓരോന്നിനും ഓരോ ശക്തി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആകാശത്തിന് ശൂന്യശക്തി, വായുവിന് ചലനശക്തി, വെള്ളത്തിന് ദ്രവശക്തി, ഓരോ ജീവികൾക്കും ഓരോ തരം ശക്തി. ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ സർവശക്തനായ പരമാത്മാവിൽ നിന്ന് മറ്റൊരിടത്തുനിന്നും ശക്തി വരാനേ സാധ്യമല്ല. ബോധത്തിൽ നിന്ന് എല്ലാ ശക്തിയും. അങ്ങനെ അരുളിയ ശക്തികളെ തുടർന്ന് ഇങ്ങനെ നിരവധി ശക്തികൾ ഉണ്ട്. പക്ഷേ രണ്ടാം പിരിവ് അവയെ രണ്ടായി നമുക്ക് വേർതിരിക്കാം. ഇവയിൽ സമ അന്യ. നേരത്തെ ആ വേർതിരിവ് പ്രസ്താവിച്ച് കഴിഞ്ഞു. രണ്ടാം പിരിവ്, ഇവയിൽ സമതൻ വിശേഷം ഏകം. സമയുടെ, സമ എന്ന ശക്തിയുടെ അഥവാ വിദ്യാശക്തിയുടെ വിശേഷം. വിദ്യയും ഒക്കെ സാധനാഘട്ടത്തിലാണ്. സത്യം പൂർണ്ണമായി ഉറപ്പുവന്ന ആൾക്ക് വിദ്യയുമില്ല, ഒന്നുമില്ല. അപ്പോ സത്യം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിദ്യയെ സമാശ്രയിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കാഴ്ചകളെയും അറിയുകയാണ്. ഇതെന്ന് പറഞ്ഞാണ് കാഴ്ചകളെ വിലയിരുത്തുന്നത്. സമയം സംബന്ധിച്ചിടത്തോളം ഇത് സമതൻ വിശേഷം. ഇപ്പൊ ഇത് പുസ്തകം എന്ന് പറയുമ്പോൾ ഇത് പുസ്തകം എന്ന് രണ്ട് വാക്കുകൾ. അതിൽ ഇത് എന്നുള്ളത് സാമാന്യം, പുസ്തകം എന്നുള്ളത് വിശേഷം. പക്ഷെ അത് അന്യ അവിദ്യയുടെ ഏർപ്പാടാണ്. സമയിലോ വിദ്യയെ ആശ്രയിച്ച് സത്യം കാണാൻ ശ്രമിക്കുന്നയാൾ ഇത്രയേ ചെയ്യേണ്ടൂ, ബാക്കി എന്ത് സാധന അനുഷ്ഠിച്ചാലും വിരോധമില്ല. പക്ഷെ സമയുടെ വിശേഷം ഏകം. ഇത് ബ്രഹ്മം. ഇതാണ് വിശേഷം. ഈ ഒരൊറ്റ വിശേഷമേ ഉള്ളൂ. ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം. എന്തിനെ കണ്ടാലും ഇത് ബ്രഹ്മം എന്ന് തീരുമാനിക്കുക ശാസ്ത്രം, അല്ലാതെ വെറുതെ സങ്കല്പിച്ച് തീരുമാനിക്കുന്നതല്ല. സമയം അംഗീകരിച്ചുകൊണ്ട് ഇതുറപ്പിക്കാമെങ്കിൽ അതിരേണ ബ്രഹ്മാനുഭവം, ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും പൂർണ്ണമായി മാറും. അതിരറ്റ ശാന്തിയും ആനന്ദവും ഉള്ളിൽ അനുഭവിക്കാറാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ
വിദ്യയുടെ ഒന്നും ആവശ്യമില്ല. വിദ്യയും മാർഗമാണ്. അപ്പോൾ സമതൻ വിശേഷം ഏകം, സമയുടെ വിശേഷം ഒന്ന്. കൃഷ്ണൻ പറയുന്നത് വ്യവസായാത്മിക ബുദ്ധിരേഖ. ഗീതയിലെ ആ വാക്യം ഓർമ്മിക്കുക. അതാണ് സമ. വ്യവസായം തീരുമാനമായി, നിശ്ചയം. വ്യവസായം എന്ന പദത്തിന് നിശ്ചയം എന്നാണ് അർത്ഥം. നിശ്ചയാത്മിക ബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി, സത്യനിശ്ചയം വന്ന ബുദ്ധി ഏക, ഒന്ന്. ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം. ഇത് തന്നെയാണ് നമ്മൾ പ്രസിദ്ധമായി കേൾക്കാറുള്ള ശാന്തി മന്ത്രത്തിൽ പറയുന്നത്. പൂർണ്ണമതഃ, ഇത് പൂർണ്ണം. പൂർണ്ണം വെച്ചാൽ ബ്രഹ്മം. പൂർണ്ണമായ ഒരു വസ്തുവേ ഇവിടെ ഉള്ളൂ, ബ്രഹ്മം. മറ്റൊക്കെ അല്പം. ഉപനിഷത്ത് പറയുന്നു, മറ്റൊക്കെ നാമരൂപങ്ങളിൽ ഒതുങ്ങുന്ന അല്പം. പൂർണ്ണമായ ഒരു വസ്തു. പൂർണ്ണമതഃ, ഇത് പൂർണ്ണം. അത് പൂർണ്ണം, ഇത് പൂർണ്ണം. പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ, പൂർണ്ണവസ്തുവിൽ നിന്നും പൂർണ്ണം പൊന്തിക്കാണുന്നു. ഒക്കെ ബ്രഹ്മം. സമയെ ആശ്രയിക്കുന്ന ആൾക്ക് അത് അത്യന്തം സ്പഷ്ടം. എങ്ങനെയാ സമയെ ആശ്രയിക്കുന്നത്? ശാസ്ത്രീയമായി ചിന്ത ചെയ്ത് ഉറപ്പിച്ചു, ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ എന്ന് നല്ലവണ്ണം ചിന്തിച്ചുറപ്പിച്ചു. കാണുന്നതൊക്കെ ആ ബോധത്തിലെ നാമരൂപങ്ങൾ. ഇതാവർത്തിച്ചോർമ്മിക്കുക, വസ്തുബോധം. മറ്റൊക്കെ വന്നും പോയുമിരിക്കുന്ന നാമരൂപങ്ങൾ. നാമരൂപങ്ങൾ പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏതും ബോധം, പുറമേ കാണുന്നത് നാമരൂപം. സത്യം സിദ്ധാന്തപരമായി സത്യം ഉറപ്പുവന്നയാള് അത് വെച്ചുകൊണ്ട് നാമരൂപങ്ങളെ മനസ്സിൽ നിന്നും മാറ്റിയിട്ട് എവിടെയും വസ്തുവിനെ ദർശിക്കുന്നു. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ നിരവധി ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു. സ്വർണം വസ്തു, ആഭരണങ്ങൾ വെറും നാമരൂപങ്ങൾ. അറിയാവുന്ന ഒരാൾ എത്ര ആഭരണങ്ങൾ കണ്ടാലും ഇത് സ്വർണം, ഇത് സ്വർണം, വള മാല ഒക്കെ ഇരിക്കുന്നു. അറിഞ്ഞുകൂടാത്തയാൾ ഇത് വള, ഇത് മാല, ഇത് മോതിരം എന്നിങ്ങനെ പ്രത്യേകം നാമരൂപങ്ങളെ ആശ്രയിച്ച് വസ്തുക്കൾ ഉണ്ടെന്ന് കരുതും. അതാണ് അന്യം. നേരെ മറിച്ച് ഇത് സ്വർണം, ഇത് സ്വർണം, ഇത് സ്വർണം. ഏതാഭരണം കണ്ടാലും അങ്ങനെ ഉറപ്പിക്കുന്നതാണ് വിദ്യ അഥവാ സമ. ആ ഉറപ്പ് മനസ്സിന് നല്ലവണ്ണം വന്നു കഴിയുമ്പോൾ അത് തന്നെ ബ്രഹ്മബോധം, ബ്രഹ്മാനുഭവം. ആ ഉറപ്പ് പൂർണ്ണമായാൽ ഭേദചിന്തയും രാഗദ്വേഷയും അപ്പാടെ വിട്ടുമാറും. അസാധാരണമായ ശാന്തിയും സുഖവും മനസ്സിലുണ്ടാവുകയും ചെയ്യും. അതാണ് ഗുരുദേവൻ പറയുന്നത്, അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടായി തീരും. രണ്ടാം പിരിവ് ഇവയിൽ സമതൻ വിശേഷം ഏകം. സമയ്ക്കൊരൊറ്റ വിശേഷമേ ഉള്ളൂ. വ്യവസായാത്മിക ബുദ്ധിരേഖ, നിശ്ചയം, സത്യനിശ്ചയം എന്ന ബുദ്ധി ഒന്നു മാത്രം. അതേ അവസരത്തിൽ വിരതിവര വിഷമാവിശേഷം. വിഷമ അവിദ്യ, പലതു കാട്ടുന്ന ശക്തി, അതിന്റെ വിശേഷങ്ങൾക്ക് അറുതി വര ഒരിക്കലും അവസാനമില്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും മറ്റും കുടുങ്ങിക്കിടക്കുന്നത് അവിടെയാണ്. ഇന്നത്തെ പത്രത്തിലുണ്ട് ശാസ്ത്രജ്ഞന്മാർ എങ്ങോ നിന്ന് ഒരു പുതിയ നക്ഷത്ര സമൂഹം കണ്ടെത്തിയിരിക്കുന്നു. എവിടെയാണെന്നൊന്നും ഒരു നിശ്ചയമില്ല ഇന്നത്തെ പത്രത്തിൽ പോലും.
ഇങ്ങനെ കാണുകയാണ്. വിരതി വര അവസാനമേ ഇല്ല. വിരതി അവസാനം. വിരതി വര വിഷമാവിശേഷം. വിഷമശക്തി കാണിക്കുന്ന വിശേഷങ്ങൾക്ക് ഒരവസാനമില്ല. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെ അനന്തകോടി പദാർത്ഥങ്ങൾ. അമീബ മുതൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വരെ ഒക്കെ വേറെ 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 ഒക്കെ ബോധത്തിന്റെ നാമരൂപങ്ങളാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായാലും ശരി, അമീബയായാലും ശരി, സൂര്യചന്ദ്രന്മാരായാലും ശരി, ഒക്കെ മായ ഉണ്ടാക്കിക്കാണിക്കുന്ന നാമരൂപങ്ങൾ. ആ നാമരൂപങ്ങൾ ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. ഇതറിയുന്നയാൾ ഏത് നാമരൂപത്തിലും ബ്രഹ്മത്തെ ഉറപ്പിക്കും. അതാണ് സമശക്തി. പക്ഷെ ഇതറിയാൻ വയ്യാത്തയാൾ ഓരോ നാമരൂപത്തെയും പ്രത്യേകം പ്രത്യേകം വസ്തുവായി കണക്കാക്കും. അപ്പോൾ അയാളുടെ മുമ്പിൽ ബഹുശാഖ ഹ്യനന്താശ്ച ബുദ്ധയ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. സത്യനിശ്ചയം വരാത്ത ഒരാളിന്റെ മുമ്പിൽ ബഹുശാഖ ഹ്യനന്താശ്ച, ശാഖോപശാഖമായി അനന്തബുദ്ധി. അനന്താഷ്ടബുദ്ധയോ അവ്യവസായിനം. അങ്ങനെയുള്ളവർക്ക് മനസ്സിന്റെ ഏകാഗ്രത ഒന്നും സാധ്യമല്ല. അവരുടെ ഉള്ളിൽ നിരവധി കാഴ്ചകളും നിരവധി ചിന്തകളുമാണ്. നേരെ മറിച്ച് സമയസമാശ്രയിച്ചുകൊണ്ട് എന്ത് കണ്ടാലും ബ്രഹ്മം. എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. മനസ്സെവിടെ ചെന്ന് പറ്റിയാലും അത് നല്ലതെന്നോ ചീത്തയെന്നോ സുന്ദരമെന്നോ വികൃതമെന്നോ ധർമ്മമെന്നോ അധർമ്മമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. കൃഷ്ണൻ ഉദ്ധവരോട് പറയും, ഗുണദോഷ ബുദ്ധിയാണ് ദോഷം. ഇത് ഗുണം, അത് ദോഷം. ഇങ്ങനെ വേർതിരിക്കുന്നതാണ് ദോഷം. എന്താ? സത്യത്തിൽ നിന്നും അകന്നു പോകും. നേരെ മറിച്ച് എല്ലാം ഒന്നായി ബ്രഹ്മമായി ഈശ്വരസത്തയായി ബോധമായി കാണുന്നത് അതിവേഗം നമ്മെ സത്യത്തോട് അടുപ്പിക്കും. വിരതി വര വിഷമാവിശേഷം. വിഷമാവിശേഷത്തിന് വിരതി വര ഒരവസാനമില്ല. ഒരിടത്തും അത് അവസാനിക്കില്ല. നിങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അപ്പുറത്ത് വേറെ കുറെ കാണും. ഈ സ്ഥലം തന്നെ സ്പേസ് ആദിയും അന്തവും ഇല്ലാത്തതല്ലേ? എവിടെ അവസാനിക്കും? വിരതി വരെ ആ വിഷമാവിശേഷം ഒന്ന്. ഇത്തരം ഇവ രണ്ടു തരത്തിലായിടുന്നു. ഇതാണ് ബ്രഹ്മത്തിന്റെ രണ്ട് ശക്തി. നമുക്കെന്താ സമയെ ആശ്രയിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ബോധമാണ് സത്യം. ബോധമുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. ആഭരണങ്ങളിൽ സ്വർണമാണ് സത്യം. സ്വർണമുണ്ടെങ്കിലേ ആഭരണങ്ങളുള്ളൂ. അതുകൊണ്ട് ആഭരണങ്ങളൊക്കെ സ്വർണം. അതുകൊണ്ട് ഈ ജഗത്ത് ബോധമുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് ജഗത്ത് ബോധസ്വരൂപം. ഇതാർക്കും നിഷേധിക്കാനൊക്കുന്ന തത്വമല്ലല്ലോ. എന്നാൽ പിന്നെ എല്ലാറ്റിലും ബോധത്തെ കാണൂ. സമ. എന്താ പ്രയാസം? ഒരു ദൃശ്യം നമ്മുടെ മുമ്പിൽ വന്നു, ഈ തത്വം ഗ്രഹിച്ചിട്ടുണ്ടല്ലോ, ബോധമായി അംഗീകരിക്കൂ. ഇത് ബോധം. ശത്രുവാണ് നമ്മുടെ മുമ്പിൽ വന്നത് സാധാരണ വ്യവഹാരത്തിൽ. അല്ല, ഇതറിയാവുന്നയാൾ ആ ശത്രുവിനെ പോലും ബ്രഹ്മമായി കാണുന്നു. ഇത് ബ്രഹ്മം. മഹാബലിയോട് ശുക്രാചാര്യൻ പറയും, മഹാബലി ചോദിച്ചു, ഗുരു എന്താണ് സത്യം? ഇപ്പൊ ശുക്രാചാര്യൻ പറഞ്ഞു, എനിക്ക് വളരെ വേഗം സ്വർഗത്തെത്തേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു കോൺഫറൻസ് നടക്കുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞു തരാം, നീ അത് നല്ലവണ്ണം ആലോചിച്ച്. ചിതിഹാസ്തീഹ ചിന്മാത്രം ഇതം ചിന്മയമേവച്ച ചിത്വം ചിദഹം
ഏതേച്ച ലോകാശ്ചിതിതി സംഗ്രഹ ചിതിഹാസ്തീഹ അല്ലവ മഹാബലെ. ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ. ചിത്തം എന്ന് വെച്ചാൽ ബോധം. ചിതിഹാസ്തീഹ ചിന്മാത്രം, അത് മാത്രം. ചിത്വം നീ അതാണ്, ബോധമാണ്. ചിദഹം ഞാൻ ആ ബോധമാണ്. ഏതേച്ച ലോകാശ്ചിത് ഈ കാണുന്ന ലോകമെല്ലാം ബോധം. ഇത് സംഗ്രഹ, ഇതാണ് ചുരുക്കം. ഇതം ചിന്മയമേവ ച, ഈ ലോകം ചിന്മയം. ചിത്വം ചിദഹം ഏതേച്ച ലോകാശ്ചിതിതി സംഗ്രഹ. എനിക്ക് പോകാൻ അത്യാവശ്യമുണ്ട്, ഞാൻ പോകുന്നു. നീ ആലോചിക്ക, വല്ല സംശയമുണ്ടെങ്കിൽ പിന്നെ കാണുമ്പോൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം. വസ്തുത ഇതാണ്. ഇതങ്ങോട്ട് ഉറപ്പിക്കാൻ എന്ത് ലളിതം.